മസാല ബോണ്ട് ഇടപാടിലെ ഇ.ഡി. നോട്ടീസിനെതിരായ കിഫ്ബിയുടെ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പറയും. ഹർജിയിൽ അന്തിമ തീരുമാനം ആകും വരെ നോട്ടീസ് നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. ഇ.ഡി. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് മുഖ്യമന്ത്രിക്കും കിഫ്ബിക്കും നോട്ടീസ് അയച്ചത്. വിവരങ്ങളുമായി രേഷ്മ ബാബു വീണ്ടും ചേരുന്നുണ്ട്. രേഷ്മ, എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? കൃഷ്ണരാജ്, മസാല ബോണ്ട് ഇടപാടിൽ ഫെമ ചട്ടലംഘനം നടന്നുവെന്നാരോപിച്ചുകൊണ്ടായിരുന്നു ഇ.ഡി. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കിഫ്ബിക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത്. ഈ കാരണം കാണിക്കൽ നോട്ടീസിന്മേൽ 3 പേരും മറുപടി നൽകിയിട്ടില്ല. അതിനിടയിൽ തന്നെയാണ് കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തിയത്. അതായത് ഈ ഇ.ഡി. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ കാരണം കാണിക്കൽ നോട്ടീസ് റദ്ദാക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ താൽക്കാലികമായിട്ട് ഒരു ഇടക്കാല ആവശ്യമായിട്ട് ഈ നോട്ടീസിന്മേലുള്ള തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും കിഫ്ബി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള വാദം ജസ്റ്റിസ് വി.ജി. അരുണിന്റെ ബെഞ്ചിൽ നടന്നിരുന്നു. ഇന്ന് ഇടക്കാല ഉത്തരവ് പറയാനിരിക്കുകയാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്. പ്രധാനമായിട്ടും കിഫ്ബി ഉന്നയിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഫെമ ചട്ടലംഘനമൊന്നും തന്നെ നടന്നിട്ടില്ല, ഭൂമി വാങ്ങുകയല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് ഭൂമി ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമാണ് ഈ മസാല ബോണ്ടിലൂടെ സമാഹരിച്ച പണം വിനിയോഗിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇ.ഡി. ഇത്തരത്തിൽ നോട്ടീസ് അയക്കാറുണ്ട്. അത് അനുവദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ വേണമെന്നുള്ളതാണ് കിഫ്ബി പ്രധാനമായിട്ടും ഉന്നയിച്ചിട്ടുള്ള ഒരു വാദം. പക്ഷേ ഇ.ഡിക്ക് വേണ്ടിയിട്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആണ് ഹൈക്കോടതിയിൽ ഓൺലൈൻ മുഖാന്തരം ഹാജരായത്. പറഞ്ഞിട്ടുള്ളത് ഈ ഇ.ഡിയുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ നോട്ടീസ് എന്ന് പറയുന്നത് പ്രാരംഭഘട്ടത്തിലുള്ള ഒരു നടപടിക്രമം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ എന്തെങ്കിലും എതിർവാദങ്ങളോ എതിർ മറുപടികളോ ഉണ്ടെങ്കിൽ ഇ.ഡി. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് സമീപിക്കേണ്ടത്, മറിച്ച് ഹൈക്കോടതി അല്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വാദം എന്നുള്ള രീതിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുന്നിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ഭൂമി വാങ്ങിച്ചിട്ടുണ്ട്, വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ മസാല ബോണ്ടിലൂടെ സ്വരൂപിച്ച പണം ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ സംസ്ഥാന സർക്കാർ ആ ചട്ടങ്ങളൊക്കെ തന്നെ മറികടന്നുകൊണ്ടാണ് 467 കോടി രൂപ ഭൂമി വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണവും നടപടികളും വേണം. എതിർവാദങ്ങളും മറുപടികളും ഉണ്ടെങ്കിൽ ആ രേഖകളൊക്കെ തന്നെ എതിർകക്ഷികളായിട്ടുള്ള 3 പേർക്കും, അതായത് കിഫ്ബിക്കാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും ഇ.ഡി. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുന്നിൽ ഹാജരാക്കാമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഏകദേശം 2672 കോടി രൂപയാണ് മസാല ബോണ്ടിലൂടെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കിഫ്ബി സമാഹരിച്ചത്. അതിൽ 467 കോടി രൂപ ഭൂമി വാങ്ങിക്കാനായിട്ട് വിനിയോഗിച്ചു. അതിൽ ഫെമ ചട്ടലംഘനം നടന്നു എന്നുള്ളതാണ് ഇ.ഡി. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് ആധാരമായിട്ടുള്ള ആക്ഷേപം. എന്തായാലും ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഏറെ നിർണായകം. ഈ ഒരു ഇ.ഡി. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ കാരണം കാണിക്കൽ നോട്ടീസ് താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്യണമെന്നുള്ളതാണ് കിഫ്ബിയുടെ ആവശ്യം. ആ ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. കൃഷ്ണരാജ്.